നമസ്കാരം. കാശിനു വേണ്ടി എന്തും ചെയ്യാൻ ആളുകൾ ഇന്ന് റെഡിയാണ്. സ്വന്തം നിലനിൽപ്പ് പോലും അതിനുവേണ്ടി ഉപേക്ഷിക്കാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുമോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ ചിന്തയേ വേണ്ട. നടന്നു കഴിഞ്ഞു എന്നാണ് ഉത്തരം. 1 കോടി രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് മറ്റൊരാളെ കൊലപ്പെടുത്തിയത്. ഇത് നടന്നത് നമ്മുടെ സ്വന്തം ചെന്നൈയിലാണ്. കൊല നടത്തിയ ശേഷം മരിച്ചത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു. ചെന്നൈ അയനവാരത്തെ ജിം പരിശീലകനായ സുരേഷ് എന്നയാളാണ് പോലീസ് പിടിയിലായത്. 38 വയസ്സ് മാത്രമാണ് ആളുടെ പ്രായം. കൊലപാതകത്തിന് കൂട്ടുനിന്ന ഇയാളുടെ 2 സുഹൃത്തുക്കളും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. സുരേഷിന്റെ പേരിലുള്ള 1 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായാണ് ഇയാളുടെ മുൻ വാടകക്കാരനായ ദില്ലി ബാബു എന്നയാളെ പ്രതികൾ കൊലപ്പെടുത്തിയത്. സുരേഷിന്റെ ഉടമസ്ഥയിൽ ഒരു കൃഷിയിടമുണ്ടായിരുന്നു. ആ കൃഷിയിടത്തിലെ ഒരു കുടിലിന് തീയിട്ടാണ് ദില്ലി ബാബുവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പൊള്ളലേറ്റ് മരിച്ചത് സുരേഷാണെന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തുക കൈക്കലാക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. ഒരു പക്ക സുകുമാരക്കുറിപ്പ് പ്ലാൻ. സുരേഷിന്റെ പേരിൽ 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ സുരേഷിന്റെ മരണശേഷം ഈ തുക കുടുംബത്തിനാണ് ലഭിക്കുക. ഇത് മനസ്സിലാക്കിയാണ് കേരളത്തിൽ സുകുമാരക്കുറിപ്പ് നടത്തിയ ചാക്കോ മോഡൽ കൊലപാതകം പ്രതികൾ ആസൂത്രണം ചെയ്തത്. 2023 സെപ്റ്റംബറിലാണ് സുരേഷും കൂട്ടാളികളും ഈ കൊലപാതകത്തിന് പദ്ധതിയിട്ടത്. സുകുമാരക്കുറിപ്പ് ചെയ്തതുപോലെ സുരേഷിന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ആദ്യഘട്ടം. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇയാളുടെ വാടക വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന ദില്ലി ബാബുവിനെ കണ്ടെത്തിയത്. അങ്ങനെ സുരേഷിന്റെ ശരീരഘടനയുമായി നല്ല സാമ്യമുള്ള ദില്ലി ബാബുവിനെ കൊലപ്പെടുത്താൻ പ്രതികൾ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് മൂവരും ചേർന്ന് ദില്ലി ബാബുവിനെ പുതുച്ചേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മദ്യപിക്കാമെന്ന് പറഞ്ഞ് കമ്പനി കൂടിയാണ് ദില്ലി ബാബുവിനെ പ്രതികൾ പുതുച്ചേരിയിൽ എത്തിച്ചത്. അതിനുശേഷം സുരേഷിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെയുള്ള കുടിലിലേക്കാണ് ദില്ലി ബാബുവിനെ എത്തിച്ചത്. പിന്നാലെ ഈ കുടിലിന് സുഹൃത്തുക്കൾ തീയിട്ടെന്നും പൊള്ളലേറ്റ ദില്ലി ബാബു വെന്തു മരിച്ചെന്നും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം മുഖ്യപ്രതിയായ സുരേഷ് നാട്ടിൽ നിന്ന് കടന്നു. കുടിലിന് തീ പിടിച്ച് മരിച്ചത് സുരേഷാണെന്ന് ബന്ധുക്കളും കരുതി. അത്ര ആസൂത്രിതമായായിരുന്നു ഈ കൃത്യം അവർ നടത്തിയത്. മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാര ചടങ്ങുകളും വീട്ടുകാർ നടത്തി. എന്നാൽ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പ്രതിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. സുരേഷിന്റെ സഹോദരി അടക്കമുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയത്. അവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. ജീവനൊടുക്കിയതാണെന്ന FIR-ന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഇതോടെ സുരേഷിന്റെ പദ്ധതികളെല്ലാം പാളിപ്പോവുകയായിരുന്നു. ആത്മഹത്യ ചെയ്തവർക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് അവകാശമില്ലെന്ന ചട്ടമാണ് സുരേഷിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയായത്. അതേസമയം ദില്ലി ബാബുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അമ്മ ലീലാവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവർ മകനെ കണ്ടെത്താനായി മദ്രാസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്തു. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ജിം പരിശീലകനായ സുരേഷിനൊപ്പം ദില്ലി ബാബുവിനെ കണ്ടിരുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പിന്നീട് വിശദമായ അന്വേഷണം നടത്തിയ പോലീസ് സംഘം സുരേഷിന്റെ ചില സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു. ഇതോടെയാണ് ദില്ലി ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്നും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് കൃത്യം നടത്തിയതെന്നും പോലീസിന് വ്യക്തമാകുന്നത്. അതോടുകൂടി സുരേഷും സുഹൃത്തുക്കളും പിടിയിലാവുകയായിരുന്നു. ഇതൊന്നും അറിയാതെ സുഹൃത്തെന്ന് കരുതി ചെന്ന ദില്ലി ബാബു എന്നൊരു നിരപരാധി ബലിയാടായി. കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നുന്നു അല്ലേ? നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത്ര മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. സുകുമാരക്കുറിപ്പുകളുടെ കാലമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. കാശിന് മുന്നിൽ ബന്ധുവും സുഹൃത്തും ഒന്നും ബാധകമല്ല. സ്വന്തം അസ്തിത്വം പോലും ഒരു പ്രശ്നവുമില്ലെന്നാണ് ഈ സംഭവം തന്നെ തെളിയിക്കുന്നത്. കാശിന് മാത്രം വില കൽപ്പിക്കുന്ന ഈ സമൂഹത്തിന്റെ ഭാവി എന്താണെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് തനിനിറം.